ഹായ്, എല്ലാവർക്കും PSC സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2 hours 40 days ചലഞ്ചിലെ റിവിഷൻ ഡേ 4 ആണ്. ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കിലെ കേരള ഗതാഗതമാണ് നമ്മൾ ഇന്നിപ്പോൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഗതാഗതം എന്ന് പറയുന്നത്. കേരള ട്രാൻസ്പോർട്ടേഷനും ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷനും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ അതിന് കുറച്ച് പോയിൻറ്റ്സുകൾ നോക്കാം. എല്ലാ ഗ്രാമങ്ങളും റോഡ് മുഖാന്തരം യോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1938 അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം ഒന്ന് ഓർത്ത് വെക്കുക. കേരളത്തിൽ ട്രാൻസ്പോർട്ട് സംവിധാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC നിലവിൽ വന്ന വർഷം ഓർത്ത് വെക്കുക. 1965. കേരളത്തിലെ ഗതാഗത മേഖലയിലെ പരിശീലന സ്ഥാപനം എന്ന് പറയുന്നത് NATPAC ആണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത NH47. NH47 പുതിയ പേരാണ് NH544 എന്ന് പറയുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH17. NH17 പുതിയ പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക. NH66. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ദേശീയപാത എന്ന് പറയുന്നത് NH47A ആണ്. 966B. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. അടുത്ത പോയിന്റ്, പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എറണാകുളത്താണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത SH1, അത് MC റോഡ് കേശവദാസപുരം തൊട്ട് അങ്കമാലി വരെയാണ് കേട്ടോ. അതുപോലെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ KSRTCയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് തൃശ്ശൂരാണ്. ഇനി നമ്മൾ കേരളത്തിലെ ദേശീയ പാതകൾ പഠിച്ചു വെച്ചേക്കണം. അതിൽ ഇപ്പോൾ മിക്കവാറും ചോദിക്കുന്നത് പുതിയ ദേശീയ പാതകളാണ്. പഴയതിൻ്റെ പുതിയ പേരാണ് ചോദിക്കുന്നത് കേട്ടോ. പഴയത് തന്നിട്ട് പുതിയ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. NH66 പനവേൽമുറ്റു കന്യാകുമാരി വരെയാണ്. NH47 ആണ് അതിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പഴയ പേരും പുതിയ പേരും നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കേരളത്തിൽ ദേശീയപാതകൾ നോക്കാം. NH66 പനവേൽ മുതൽ കന്യാകുമാരി വരെ. NH85 കൊച്ചി ഡോണ്ടി പോയിന്റ്. NH183 ഡിണ്ടിഗൽ ടു കൊട്ടാരക്കര. NH544 സേലം ടു എറണാകുളം. NH744 തിരുമംഗലം ടു കൊല്ലം. NH766 കോഴിക്കോട് ടു മൈസൂർ. NH966 ഫറൂഖ് ടു പാലക്കാട്. NH966A കളമശ്ശേരി ടു വല്ലാർപാടം. NH966B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപ്. NH183A ഭരണിക്കാവ് ടു വണ്ടിപ്പെരിയാർ. NH185 അങ്കമാലി ടു കുമളി. അപ്പോൾ ഈ പുതിയ പേരിലുള്ള ദേശീയപാതകളൊക്കെ ഒന്ന് പഠിക്കുക. അവിടെ നമുക്ക് റെയിൽവേ നോക്കാവേ. കേരളത്തിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12. ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ ടു തിരൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിൽ തീവണ്ടി കടന്നു പോകാത്ത ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി, വയനാട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? തിരുവല്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരിലാണ്. കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷനുകൾ തിരുവനന്തപുരത്തും പാലക്കാടുമാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ദക്ഷിണ റെയിൽവേയുടെ കീഴിലാണ് കേരളത്തിലെ റെയിൽ ഗതാഗതം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് എവിടെയാണ്? തിരുവനന്തപുരം ടു ഗുവാഹത്തി എക്സ്പ്രസ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് ആണ്. കന്യാകുമാരി ടു ദിബ്രുഗഡ്.
ദിവസേന ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ സർവീസ് കേരള എക്സ്പ്രസ് ആണ്. ട്രിവാൻഡ്രം ടു ഡൽഹിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ജോൺ മത്തായി ആണ്. ജോൺ മത്തായി. മലയാളിയായ ആദ്യ റെയിൽവേ മന്ത്രി ആരെന്ന് ചോദിച്ചാലും ജോൺ മത്തായി ആണ്. നമുക്കിനി ജലഗതാഗതം നോക്കാം. ഇവിടെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന ആലപ്പുഴയാണ്. കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ രൂപീകൃതമായത് 1975. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നത് 1986 ഒക്ടോബർ 27. കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം 1895 കിലോമീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1. ആകെ 4 എണ്ണമാണ്. കേരളത്തിലെ മേജർ തുറമുഖം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല, കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ പാത ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ഓർത്ത് വെക്കുക. NW13 AVM കനാലാണ്. 11 കിലോമീറ്ററാണ്. പൂവാർ മുതൽ ഇരവിയമ്മൻ തുറ വരെയാണ്. തമിഴ്നാട്ടിലാണ്. പൂർണ്ണമായും ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്. കേരളത്തിൻ്റെ ജലഗതാഗത കേന്ദ്രം എവിടെയാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ പ്രധാന ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. മുൻവർഷ ചോദ്യമാണ് കേട്ടോ. കോവളം ടു ഹൊസ്ദുർഗ് 580 കിലോമീറ്റർ. ഓക്കെ, അടുത്ത് വെസ്റ്റ് കോസ്റ്റ് കനാലിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗം അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 എന്നാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗം ദേശീയ ജലപാത 3 ആയി പ്രഖ്യാപിച്ചതെന്നാണ് 1993. കേരളത്തിലൊരു മേജർ തുറമുഖം 17 ചെറുകിട തുറമുഖങ്ങളും ഉണ്ട്. കേരളത്തിലെ ഏക മേജർ തുറമുഖം എവിടെയാണ്? കൊച്ചിയിൽ. പ്രകൃതിദത്ത തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം എന്നറിയപ്പെടുന്നത് കൊച്ചിയിലെ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത പാത ദൈർഘ്യം 14,500 കിലോമീറ്ററും കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാത ദൈർഘ്യം 1,687 കിലോമീറ്റർ. മനുഷ്യൻ്റെ ആദ്യ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. വ്യോമഗതാഗതം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് പോയിൻറ്റ്സുകൾ നിങ്ങൾ നോക്കി വെച്ചേക്കണം. അതിൽ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ അന്തർദേശീയ വിമാനത്താവളം തിരുവനന്തപുരത്താണ്. 1991 അന്തർദേശീയ പദവി ലഭിച്ചത്. അത് ഓർത്ത് വെക്കുക. തിരുവനന്തപുരത്ത് 1991. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കരിപ്പൂർ, മലപ്പുറത്താണ്. കരിപ്പൂർ വിമാനത്താവളത്തിന് അന്തർദേശീയ പദവി ലഭിച്ചതെന്നാണ് 2006. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 വർഷങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നിലവിൽ വന്നത് 2018 ഡിസംബർ 9. ഈ വർഷം ഓർത്ത് വെക്കുക. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കിൻഫ്രയാണ്. കേരളത്തിൽ ജലവിമാന സർവീസ് തുടക്കമിട്ടത് കൈരളി ഏവിയേഷനാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി വിമാനത്താവളമാണ്. പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള കേരളത്തിൽ വിമാനത്താവളം എവിടെയാണ്? കൊച്ചി വിമാനത്താവളമാണ്. അടുത്ത് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതികളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് മുൻവർഷത്തിൽ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അതുപോലെ പ്രധാന ഭരണഘടനാ ഭേദഗതികളിൽ 42ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ള മുൻവർഷ ചോദ്യമാണ്. ഇന്ദിരാഗാന്ധിയാണ്. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലിരിക്കെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഓർത്ത് വെക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ മുൻവർഷ ചോദ്യമാണ്. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. 42ാം ഭേദഗതിയിലൂടെ ഭാഗം 3 ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 31D, ആർട്ടിക്കിൾ 32A. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ മൗലിക കടമകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം
ചോദിക്കുകയാണെങ്കിൽ അത് 10. ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് മുൻവർഷ ചോദ്യമാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 323A 323B ആണ്. അടുത്ത പോയിന്റ് 42 ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായം. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ 44 ഭേദഗതിയും ഇമ്പോർട്ടൻ്റ് ആണ്. 52 ഭേദഗതിയും ഒന്ന് വായിച്ചേക്കുക. 73 ഭേദഗതിയിൽ പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്നത് ഓർക്കുക. 86 ഭേദഗതിയും അതുപോലെ 91 ഭേദഗതിയും ഇമ്പോർട്ടൻ്റ് ആണ്. 101 ഭേദഗതി നന്നായി തന്നെ ഒന്ന് വായിക്കുക. ഇതിൽ GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 122ാമത് ഭേദഗതി ബില്ലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. GST ബില്ല് ലോകസഭ ആദ്യമായി പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. GST ബില്ല് രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടെ പാസ്സാക്കിയതെന്നാണ് 2016 ഓഗസ്റ്റ് 3-നാണ്. GST ബിൽ ലോകസഭ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-ആണ്. ഈ വർഷങ്ങളെല്ലാം ഓർത്ത് വെക്കണേ. GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. GST ബില്ല് നിലവിൽ വന്നതെന്നാണ് 2017 ജൂലൈ 1-നാണ്. 101 ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 101 ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? പ്രണവ് മുഖർജിയാണ്. അതുപോലെ 102 ഭേദഗതിയെപ്പറ്റി ഓർക്കുക. അതിൽ ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിക്കും. അതുപോലെ 102 ഭേദഗതി പ്രകാരം നിലവിൽ വന്ന പുതിയ ആർട്ടിക്കിളുകൾ ഏതെന്ന് ചോദിക്കാം. ആർട്ടിക്കിൾ 338Bയും 342Aയും ആണ്. അതുപോലെ 102 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിളുകൾ ചോദിക്കാം. ആർട്ടിക്കിൾ 338ഉം ആർട്ടിക്കിൾ 366ഉമാണ്. 104 ഭരണഘടനാ ഭേദഗതിയും മറ്റ് ഭരണഘടനാ ഭേദഗതികളെല്ലാം ഒന്ന് നിങ്ങൾ വായിച്ച് വെച്ചേക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ 3 തലത്തിലുള്ള വിതരണം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ലിസ്റ്റുകളൊന്ന് നല്ല രീതിയിൽ തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ PYQ ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങളിത് എല്ലാം ഈ ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്ങുകളും തന്നെ നിങ്ങളിത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ പുട്ട് ഓഫ്, അത് പോസ്റ്റ്പോണ്ട് ഓർ ഡിലേ, അതുപോലെ ലുക്കപ്പ്, സെർച്ച് ഫോർ ഇൻഫോർമേഷൻ ഇൻ ദ റെഫറൻസ് സോഴ്സ്, ഇതൊക്കെ മുൻവർഷ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഇവിടെ ഐ ഡാഷ് മൈ ഓൾഡ് ഫ്രണ്ട്, ഓക്കെ, ഐ ഡാഷ് മൈ ഓൾഡ് ഫ്രണ്ട് ആഫ്റ്റർ 15 years. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ +2 ലെവൽ 2021 സ്റ്റേജ് 2-ൽ ചോദിച്ചതാണ്. ഇതിൽ റാൻ ടു ഇൻറ്റു റൺ ഇൻ, റൺ ഓൺ. ആൻസർ റാൻ ഇൻറ്റു ആണ് വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചൂസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് മേക്ക് ഓഫ് ഫ്രം ദ 4 ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നിന്ന് മേക്ക് ഓഫ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഇത് KS 2020-ൽ ചോദിച്ചതാണ്. ടു റൺ അവേ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റൺ അവേ. അതുപോലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിങ്ക്യൂഷ്. പുട്ട് ഔട്ട്, എസ്റ്റിങ്ക്യൂഷ്. റൺ ഇൻ ടു, ടു മീറ്റ് സം വൺ അൺഎക്സ്പെക്റ്റഡ്ലി. ടു മീറ്റ് സം വൺ അൺഎക്സ്പെക്റ്റഡ്ലി, റൺ ഇൻ ടു. ഇത് ഫ്രേസൽ വെർബിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പുട്ടപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗീവ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ഫോർ എസ്റ്റിങ്ക്യൂഷ്. നമ്മളിപ്പോൾ നോക്കിയതാണ്. എസ്റ്റിങ്ക്യൂഷിൽ എന്താണ്? പുട്ട് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റിങ്ക്യൂഷ് ആണ്. അതുപോലെ യൂസ് എ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ഹി ഡസ് നോട്ട് പുട്ട് അപ്പ് വിത്ത് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. പുട്ടപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ് എന്നാണ് വരുന്നത് അല്ലേ? പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. അപ്പോൾ ഒന്ന് വായിക്കാം. ഹി ഡസ് നോട്ട് ടോളറേറ്റ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ് ആണ് ഇവിടെ പ്രോപ്പറായിട്ട് വരുന്ന ആൻസർ. അതുപോലെ കറണ്ട് പഠിക്കുമ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിവിഷൻ ഇത്രയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ മാക്സിമം ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക.